നമുക്കിത് എങ്ങനെയാണ് ഈ തട്ടിപ്പിന്റെ ഈ ശൃംഖല പ്രവർത്തിച്ചിരുന്നതായി വിജിലൻസ് നൽകുന്ന വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നോക്കൂ, ED ഈ രീതിയിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ടെങ്കിൽ ആ തട്ടിപ്പ് ഇങ്ങനെയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. തട്ടിപ്പിന്റെ ശൃംഖല എന്താണ് എന്ന് നോക്കൂ. നിലവിലുള്ള കേസ് പ്രകാരം FIR പ്രകാരം ശേഖർ കുമാറാണ് അസിസ്റ്റന്റ് ഡയറക്ടറായ ശേഖർ കുമാറാണ് ഒന്നാമത്തെ പ്രതി. രഞ്ജിത്ത് ഇതിനെ പിന്നീട് പ്രതികരിക്കപ്പെടുകയും നാലാമത്തെ പ്രതിയാണ്. മുകേഷ് കുമാറും വിൽസനുമാണ് മറ്റു രണ്ട് പ്രധാനപ്പെട്ട പ്രതികൾ. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് ഞാൻ പ്രേക്ഷകരോട് പറയാം. ശേഖർ കുമാർ അസിസ്റ്റന്റ് ഡയറക്ടർ. അപ്പോൾ താഴെ തട്ടിലിരിക്കുന്ന ആളുണ്ടല്ലോ, നോട്ടീസ് ലഭിച്ച ആളുകളുണ്ട്. അപ്പോൾ നോട്ടീസ് ലഭിച്ച ആളിൽ നിന്ന് നമുക്ക് തുടങ്ങാം. നോട്ടീസ് ലഭിക്കുന്നതിന് കുറച്ച് ദിവസം മുൻപ്, തൊട്ട് ദിവസം മുൻപ് വിൽസൺ എന്ന് പറയുന്ന കൊച്ചി സ്വദേശി ഈ ആർക്കാണോ നോട്ടീസ് അയക്കുന്നത് ആ വ്യാപാരിയെ പോയി കാണും. എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയും. താങ്കളുടെ പേരിൽ ഇങ്ങനെ ED ഒരു അന്വേഷണം നടത്തുന്നുണ്ട്, താങ്കൾക്ക് ഉടനെ ഒരു നോട്ടീസ് കിട്ടും. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നോട്ടീസ് വന്നാൽ താങ്കൾ പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല, താങ്കളുടെ കേസ് ഞാൻ ഊരിത്തരാം എന്ന് വിൽസൺ വ്യാപാരിയോട് പറയും. വ്യാപാരി അപ്പോൾ സ്വാഭാവികമായും സംശയിക്കും. അത് താങ്കൾ പറയുന്നത് ശരിയാണെന്ന് എങ്ങനെ മനസ്സിലാക്കും? കാത്തിരുന്നു, ഇപ്പോൾ വരും EDയുടെ നോട്ടീസ്. പറഞ്ഞു കഴിഞ്ഞ് വിൽസൺ പറയുന്ന സമയത്ത് EDയിൽ നിന്നും ഒരു നോട്ടീസ് ഈ വ്യക്തിക്ക് ലഭിക്കും, വ്യാപാരിക്ക് ലഭിക്കും. ആ നോട്ടീസ് കിട്ടുന്ന സമയത്ത് വീണ്ടും വിൽസൺ ബന്ധപ്പെടും. ഇപ്പോൾ ഞാൻ പറഞ്ഞത് ശരിയാണല്ലോ, നോട്ടീസ് കിട്ടിയിട്ടുണ്ടല്ലോ, നോട്ടീസ് കിട്ടി. ആ നോട്ടീസ് കിട്ടിയാൽ അത് പരിഹരിക്കാനുള്ള മാർഗം കൂടി വിൽസൺ പറഞ്ഞു കൊടുക്കും. അതെങ്ങനെയാണ് പരിഹരിക്കുക? അതിന് 2 കോടി രൂപ കമ്മീഷൻ തരണം. അപ്പോൾ ഇത് സത്യമാണോ എന്നറിയണമെങ്കിൽ എങ്ങനെയാണ് അത് സംസാരിക്കുക? അപ്പോൾ ഈ കാര്യം മുകളിലുമായിട്ട് ആര് സംസാരിക്കുമെന്ന് ചോദിച്ചാൽ, മുകളിലുള്ള ED ഉദ്യോഗസ്ഥന്മാരുമായിട്ട് സംസാരിക്കാൻ ഹിന്ദി അറിയുന്ന മുകേഷ് കുമാർ എന്ന രാജസ്ഥാൻ സ്വദേശിയായ ഒരാൾ കൂടി വിൽസനോടൊപ്പമുണ്ട്. ഇവർ രണ്ടുപേരും വ്യാപാരിയുമായി ബന്ധപ്പെടും. അങ്ങനെ വ്യാപാരിയെ വിശ്വാസത്തിലെടുത്തതിന് ശേഷം ഈ പണം കൊടുക്കണം. ആർക്കാണ് കൊടുക്കുക? അത് ഒരു കമ്പനിയുടെ അക്കൗണ്ടിലേക്കാണ് അയക്കേണ്ടത്. ഇപ്പോൾ നിലവിൽ ഒരു മുംബൈയിലെ ഒരു വ്യാപാര സ്ഥാപനത്തിലേക്കാണ് പണം അയച്ചിരിക്കുന്നത് എന്നാണ് വിജിലൻസ് നൽകുന്ന വിശദീകരണം. അതെങ്ങനെയാണ് സാധ്യമാവുക? ഇങ്ങനെയുള്ള പണം കമ്പനികളിലേക്ക് റൂട്ട് ചെയ്തിട്ട്, അത് മിക്കവാറും കടലാസ് കമ്പനികളായിരിക്കും, ലാഭമുണ്ടാക്കുന്നത് അഥവാ പണം സ്വരൂപിക്കുന്നത് ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റിന്റെ സഹായത്തോടു കൂടിയാണ്. ഇവിടെ അങ്ങനെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഈ തട്ടിപ്പ് ശൃംഖലയിലുണ്ട്. പേര് രഞ്ജിത്ത് എന്നാണ്. രഞ്ജിത്തിന്റെ വീട്ടിൽ നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയ ഡയറിയിൽ നിന്നാണ് കുറച്ചുകൂടി കാര്യങ്ങൾ ബോധ്യമായിരിക്കുന്നത്. അപ്പോൾ നോട്ടീസ് ലഭിക്കുന്ന വ്യാപാരി വിൽസൺ നിർദ്ദേശിക്കുന്ന അനുസരിച്ച് മുകേഷ്, ഒരു ഇടനിലക്കാരനും ആയിട്ടുള്ള വിൽസനും മുകേഷും കൂടി സംസാരിക്കുന്നതനുസരിച്ച് ഒരു അക്കൗണ്ടിലേക്ക് 2 കോടി രൂപ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ ആ പണം അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നീട് EDയുടെ നീക്കം പൊടുന്നതിന് നിലയ്ക്കുന്നു. അവിടെ വെച്ച് EDയുടെ എല്ലാ അന്വേഷണവും അവസാനിക്കുന്നു. 2 കോടി കൊടുക്കാൻ തയ്യാറല്ലാത്ത ആളുകളെ വീണ്ടും ഈ പറയുന്ന അസിസ്റ്റന്റ് ഡയറക്ടർ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്നു. നിലവിൽ ഇപ്പോഴത്തെ പരാതിക്കാരൻ പറയുന്നതനുസരിച്ച് അസിസ്റ്റന്റ് ഡയറക്ടറുടെ മുകളിലുള്ള ഡെപ്യൂട്ടി ഡയറക്ടർ വിനോദ് കുമാർ പോലും തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ അടിസ്ഥാനമായ ചോദ്യം, EDയിലെ ഉദ്യോഗസ്ഥന്മാർക്ക് എങ്ങനെയാണ് ഇത് ഷെയർ ചെയ്ത് പോവുക? 60-40 എന്ന നിലയിലാണ് ഇത് വീതം വയ്ക്കുക. 60% EDയിലെ ഉദ്യോഗസ്ഥർക്കും 40% ഇടനിലക്കാർക്കും എന്ന മട്ടിലാണ് വിഭജനം നടക്കുക. 1 കോടി കിട്ടിയാൽ 60 ലക്ഷം ED ഉദ്യോഗസ്ഥർക്ക്, 40 ലക്ഷം ഇടനിലക്കാർക്ക്. 2 കോടി കിട്ടിയാൽ 120 ലക്ഷം ED ഉദ്യോഗസ്ഥർക്ക്, 80 ലക്ഷം ഇടനിലക്കാർക്ക്. ഇത് കമ്പനിയിലേക്ക്, ഇത് ഇൻകം ടാക്സിൻ്റെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ചാർട്ടേഡ് അക്കൗണ്ടന്റിന് സഹായിക്കും. ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഒരു ബോഗസ് ആയിട്ടുള്ള അക്കൗണ്ട് ഉണ്ടാക്കി ഒരു കടലാസ് കമ്പനി ഉണ്ടാക്കി ആ കടലാസ് കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് പണം മാറ്റും. ആ കടലാസ് കമ്പനിയിൽ ഈ പറയുന്ന ആളുകളെല്ലാവരും ഒരുപക്ഷെ ഡയറക്ടർമാരായിരിക്കും. അങ്ങനെ ആയിരിക്കാം ഈ തട്ടിപ്പ് നടക്കുന്നത്. ഇതാണ് വിജിലൻസ് നൽകുന്ന തട്ടിപ്പിൻ്റെ ഏകദേശ ചിത്രമെന്ന് പറയുന്നത്. അപ്പോൾ ED നിങ്ങൾക്കെതിരെ ഒരു അന്വേഷണം നടത്തുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ വിൽസനും മുകേഷുമുണ്ട്. നിങ്ങൾ പണം അയച്ചു കൊടുക്കേണ്ട അക്കൗണ്ടിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകാൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഉണ്ട്. ഈ കാര്യങ്ങളൊക്കെ മുകളിൽ നിയന്ത്രിക്കാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ശേഖർ കുമാർ 1ാം പ്രതിയുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിജിലൻസിൻ്റെ റിപ്പോർട്ട് പ്രകാരം മനസ്സിലാക്കുന്നത്. പക്ഷേ ED ഇത് പൂർണ്ണമായിട്ടും തള്ളുകയാണ്. ED ഈ പരാതിക്കാരൻ്റെ ക്രെഡിബിലിറ്റിയാണ് ഇപ്പോൾ സംശയിക്കുന്നത്. അനീഷിനെ കുറിച്ച് EDക്ക് മറ്റൊരു അഭിപ്രായമാണ് ഉള്ളത്. ഇതാണ് തട്ടിപ്പിൻ്റെ ശൃംഖല, ED ശൃംഖല.